ദിവസമായി ആളുകളെ ഭയപ്പെടുത്തുന്ന കരടിയാണിത്. ശനിയാഴ്ച രാത്രി കുറുവാദ്വീപിനടുത്ത പയ്യമ്പള്ളിയിലാണ് ആദ്യം കരടി ഇറങ്ങിയത്. പിന്നീട് എടവക പഞ്ചായത്തിലെ തോണിച്ചാലിലുമെത്തി. ഇന്നലെ രാത്രി മുതൽ വെള്ളമുണ്ട പഞ്ചായത്തിലെ കരിങ്ങാരി, പാലിയാണ മേഖലകളിൽ പലരും കരടിയെ കണ്ടു. രാവിലെ ജനങ്ങൾ പുറത്തു പോകുന്നതും അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്നതും സ്കൂളിൽ പോകുന്ന കുട്ടികളടക്കമുള്ള ഒരു സമയത്തായതുകൊണ്ട് തന്നെ ജനങ്ങൾ തന്നെ ഒരു ഭീതിയിലാണ്. കരടിയാണെങ്കിൽ തന്നെ അവർക്ക് ഒരു പേടിജനകമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ തോട്ടങ്ങളിൽ കൂടെ വരുമ്പോൾ തന്നെ ആളുകൾ ഇതിനെ കണ്ട് പേടിച്ച് ഉരുണ്ട് വീണ് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഉച്ച മുതൽ കരിങ്ങാരിയിൽ പാടശേഖരത്തിന് നടുവിലെ തുരുത്തിലാണ് കരടി ഉണ്ടായിരുന്നത്. വൈകിട്ട് 5:30 ഇവിടെ നിന്ന് പാടത്തിന് നടുവിലൂടെ ഇറങ്ങിയോടി മറ്റൊരു പറമ്പിലേക്ക് കയറി. അപ്പുറത്തുകൂടെ കയറി വന്നു. ആ വീടിന്റെ മുകളിൽ പോയി നേരെ ഈ വഴിയിലോട്ട് താഴോട്ട് വന്നു. ഞങ്ങൾ 4-5 പേര് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അങ്ങും ഇങ്ങൊന്നും ആൾക്കാർ ഓടി വന്ന് ഒച്ചപ്പാടാക്കി നേരെ തിരിഞ്ഞത് ആ കൊക്കോന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. നേരം ഇരുട്ടുന്നതുവരെ ദൗത്യസംഘം കരടിയെ പിന്തുടർന്നെങ്കിലും മയക്കുവെടി വയ്ക്കാനായില്ല. നാളെ രാവിലെ തിരച്ചിൽ പുനരാരംഭിക്കും. മാതൃഭൂമി ന്യൂസ്, വയനാട്.